പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. പ്ലീസ് സിറ്റ് ഡൗൺ. നിങ്ങൾ നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ആയിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് വലിയ സന്തോഷം ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. വെള്ളയിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അല്ലെങ്കിലും ഭംഗിയാണ്, പിന്നെ വെള്ളയിടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. മനസ്സിലായോ? നിങ്ങൾക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. എനിക്ക് വന്ന് നമ്മുടെ ഏറ്റവും നല്ല അപ്പിയറൻസ് വരുന്നത് വൈറ്റ് ഡ്രസ്സ് ധരിക്കുമ്പോഴാണ് തോന്നുന്നു, സത്യമായിട്ടും. അപ്പോൾ എൻ്റെ പള്ളിയിലൊക്കെ ഞാൻ വികാരിച്ചനാണ്. എൻ്റെ ഇടവകയിൽ ഞായറാഴ്ച എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ചാണ് വരുന്നത്. അത് ഞാൻ അവരെ ശിക്ഷിച്ചും ശാസിച്ചും ശപിച്ചും ഒന്നും ചെയ്യിക്കുന്നതല്ല. അവർക്കൊരു ഫോർമേഷൻ കൊടുത്തു. അപ്പോൾ അതവർക്ക് അവർ ചെയ്തു തുടങ്ങിയപ്പോൾ നന്നായിട്ട് തോന്നി. അപ്പോൾ വൈറ്റ് ഡ്രസ്സാണ്, സൺഡേയിൽ എപ്പോഴും വൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ അത് നല്ല ഭംഗിയാണ്. ആളുകൾ വെള്ളയൊക്കെ ഇട്ട് വന്ന് പള്ളി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇപ്പം തന്നെ കണ്ടില്ലേ, നല്ല ഇന്നലത്തെ ആ അവലക്ഷണം എല്ലാം അങ്ങ് മാറി. ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ സാധിക്കുമ്പോഴൊക്കെ വൈറ്റ് ഡ്രസ്സ് ധരിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോവുക. മറ്റു വസ്ത്രം ധരിച്ചാലും ദൈവത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നല്ല ഒരു 1, 2, 3, 4, 5 ഒക്കെ ജോഡി വൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിരിക്കുക. പിന്നെ ഉപകാരപ്പെടും. പെട്ടെന്ന് കാണും മരിച്ചു പോയാൽ ആളുകൾക്ക് കടയിൽ പോകാതെ ഉപകാരപ്പെടുകയും ചെയ്യും. പെട്ടെന്ന് മരിച്ചു പോയാൽ ആളുകൾക്ക് പെട്ടെന്ന് കടയിൽ പോകാതെ തന്നെ നമ്മൾ ഒരു നല്ല ഡ്രസ്സ് എടുത്ത് ധരിപ്പിച്ച് നമ്മളെ കുളിപ്പിച്ച് കിടത്താൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ സന്തോഷമായിരുന്നോ വചനമൊക്കെ പഠിച്ചിട്ട്? ഓക്കെ, $40 പോരാ ഇത്. എന്നാലും പിന്നെ ഞാൻ പാവമായതുകൊണ്ട് ഞാൻ പോട്ടെന്ന് വെച്ച്. അപ്പോൾ ഏതായാലും നമ്മൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന കുറേ സംശയങ്ങൾ മാറിക്കിട്ടി. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇന്നലത്തെ 11 അധ്യായങ്ങൾ പഠിച്ചപ്പോൾ ഉൽപ്പത്തി 1 മുതൽ 11 വരെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് പറ്റുമെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് മാത്രം തീരുമെന്ന്. എന്നാലും ഒരു 22 വരെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. 22 വരെ. അപ്പോൾ അത് അവിടേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇന്നത്തെ ടൈം ടേബിൾ ഞാൻ പറയുകയാണ്. 11 മണിക്കാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. 11 മണിക്ക്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ കുർബാന അർപ്പിക്കും. അപ്പോൾ അതിനൊരുക്കമായിട്ട് നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഒരു ദിശയിലാണ് നമ്മൾ പോയത്. അതായത് 1 വിശ്രമിക്കണം, 2 വണ്ടർഫുൾ ആരാധിക്കണം. അപ്പോൾ വിശ്രമവും ആരാധനയും ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്രമിക്കാൻ നമുക്ക് റെസ്റ്റ് കിട്ടുന്നത് എവിടെ നിന്നാണെന്നാണ് പറഞ്ഞേ? ട്രസ്റ്റിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. റെസ്റ്റ് ഈസ് ഫ്രം ട്രസ്റ്റ്. അപ്പോൾ നമുക്കിനി അടുത്തത് ആരാധന. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് വെച്ചാൽ, അതായത് നമുക്ക് എല്ലാ ദൈവകൃപകളും ദൈവാനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വഴികളെല്ലാം തുറക്കപ്പെട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് ഒരു കുറുക്ക് വഴി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ, എനിക്ക് പറയാനുള്ള കുറുക്ക് വഴിയാണ് ഒറ്റ വാക്ക്. ഏതാണ്? ആരാധന. എന്താണ്? ട്രസ്റ്റ് അല്ല അതിനകത്ത് വരുന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ട്രസ്റ്റ് ഇല്ലാത്തവന് വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തുറക്കപ്പെടാൻ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. അതായത് ഏത് ചെങ്കടലും പിളരും, ഏത് പാറയും പൊട്ടി ജലമൊഴുകും, ഏത് ജെറീക്കോ കോട്ടയും തകരും, ഏത് മരുഭൂമി യാത്രയിലും നമുക്ക് മന്നായും ഭക്ഷണവും നമുക്ക് വേണ്ട ജലവും സംരക്ഷണവും എല്ലാം കിട്ടും. അതായത് എല്ലാം ദൈവം കൈ തുറന്ന് തരും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്ക് ഈ ഒരൊറ്റ രഹസ്യം ദൈവമക്കൾ അറിഞ്ഞാൽ മതി. ഒറ്റ രഹസ്യം ദൈവമക്കൾ അറിഞ്ഞാൽ മതി. ഒറ്റ കാര്യം, അതായത് ആരാധിക്കാൻ അറിയണം. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട്, നിങ്ങൾ കുറച്ച് ഗൗരവമായിട്ട് തന്നെ പഠിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ബൈബിൾ ഒരു ദിശയിലേക്ക് യാത്ര ചെയ്യുന്നത് നമുക്ക് നഷ്ടപ്പെട്ട ട്രസ്റ്റ് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ബൈബിളിൻ്റെ ഒരു ഡയറക്ഷൻ, അതായത്
ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് നഷ്ടപ്പെടുത്തിയ ട്രസ്റ്റ് നമുക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ബൈബിളിൻ്റെ യാത്ര. ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. എനിക്ക് വിശ്വാസം കിട്ടിയത് വചനം വായിച്ചാണ്. അപ്പോൾ അതാണ്, വചനം വായിക്കുമ്പോൾ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിശ നമുക്ക് ട്രസ്റ്റ് കിട്ടും. രണ്ടാമത്തേത്, ദൈവവചനത്തിൻ്റെ ഒരു എംഫസിസ് നമുക്ക് നാം ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു വിഷയമാണ് ആരാധന. സോ ആരാധിക്കാൻ പഠിച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ വഴികളും തുറക്കപ്പെടും. എല്ലാ അർത്ഥത്തിലും ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടും. എന്നെ വിശ്വസിക്കുക. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെന്നെ വിശ്വസിക്കുക. ഞാൻ ഒരൊറ്റ കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ ദൈവജനത്തോട് ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. ഞാൻ ആൾത്താരെ നിന്നിട്ടാണ് പറയുന്നത്. വെറുതെ ആളുകൾക്ക് സന്തോഷമായിക്കോട്ടെ, ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അത്രയും കൃത്യം ക്രിസ്റ്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, പറയത്തുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബിലീവ് മീ, ട്രസ്റ്റ് മീ, ടേക്ക് മൈ വേർഡ് ഫോർ ഇറ്റ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അതിനുള്ള വഴി? വർഷിപ്പേഴ്സായിട്ട് മാറുക, ആരാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ആരാധനയെക്കുറിച്ച് നമ്മൾ അറിയണം. ആരാധിക്കാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാവരുത്. എപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാനായിട്ട് തയ്യാറാവണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ്. അപ്പോൾ ബൈബിൾ നമ്മളെ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബൈബിളിൻ്റെ ഒരു ക്ഷണം ആരാധിക്കാനാണ്. ദൈവത്തെ ആരാധിക്കുക. ഇത് നമ്മൾ കാണുന്നത് ദൈവം ഇനി ഒരു ജനതയെ രൂപപ്പെടുത്തുന്ന വഴി നമ്മളിനി 11 മുതലുള്ള അധ്യായങ്ങളിൽ കാണും. അതിനു മുമ്പ് ഞാൻ ആരാധനയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരിയും പേര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ അവിടുന്ന് വാങ്ങിച്ച പ്രാർത്ഥനാ പുസ്തകം, ഇവിടുന്ന് വാങ്ങിച്ച പ്രാർത്ഥനാ പുസ്തകം, ആ കടയിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥനാ പുസ്തകം, ഈ കടയിൽ നിന്ന് കിട്ടിയ ഈ പ്രാർത്ഥനയെല്ലാം ചൊല്ലുന്നതല്ല ആരാധന. വർഷിപ്പ് ബേസിക്കലി in the primary sense of the term, worship is an attitude. Worship is an attitude. എന്താണ് ആറ്റിറ്റ്യൂഡ്? ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം. ആരാധന എന്ന് പറഞ്ഞാൽ ആരാധന ഒരു ആറ്റിറ്റ്യൂഡാണ്. ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 ഒരു വചനം വായിക്കണം. പുറപ്പാട് 23:25. പുറപ്പാട് 23:25 പെട്ടെന്ന് വായിക്കുക. പുറപ്പാട് 23, എക്സോഡസ് 23:25. വേഗം വായിക്ക്. പുറപ്പാട് 23:25. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. ഞാൻ നിനക്ക് ദീർഘായുസ് തരും. അപ്പോൾ ഞാൻ വായിക്കാം, കേട്ടിരിക്കുക. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ദേശത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധനയായിരിക്കണം. അതിനേക്കാളും വലുതായിട്ട് ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവരുത്. വീട്ടിൽ ദൈവത്തെ ആരാധിക്കണം, ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കണം, എപ്പോഴും ഹൃദയത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. ഒരു കാര്യത്തെക്കുറിച്ചും മഹത്വം നമ്മൾ എടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ നേട്ടമുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, മക്കൾ നല്ല നിലയിലെത്തും, 3-4 വീടുണ്ടാവും. ഒരു കാര്യത്തിൻ്റെയും മഹത്വം എടുക്കരുത്. എല്ലാത്തിനെയും പ്രതി ദൈവത്തെ ആരാധിക്കണം, എല്ലാറ്റിനെയും പ്രതി ദൈവത്തിന് നന്ദി പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ മുൻനിർത്തിയേ ജീവിക്കാവൂ.
ഒരിക്കലും എവിടെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ മഹത്വം എടുത്താൽ ആ മേഖലയിൽ നമുക്ക് തകർച്ചയും പ്രയാസവും വേദനയും വരും. ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ അഹങ്കരിച്ചാൽ, മഹത്വം നമ്മൾ എടുത്താൽ അവിടെ നമ്മൾ കിടന്ന് വിഷമിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി, ഉടനെ അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആഘോഷിക്കുന്നതിന് പകരം കുട്ടിയെ കൊണ്ട് ദേവാലയത്തിൽ വന്ന് ഒരു ബലി അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുക. ഇതാണ് ദൈവമക്കളുടെ രീതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അത് കൊട്ടി ഘോഷിച്ച് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് അവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് ഇവിടെയും പറഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ നാട കിടക്കുന്ന താഴെ. ഏത് കാര്യത്തെക്കുറിച്ച് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാലും ആ മേഖലയിൽ നമുക്ക് സഹനം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഏലിയ, ആഹാബ് രാജാവിനോട് ഏലിയ ചെന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. 3.5 വർഷത്തേക്ക് നാട്ടിൽ ക്ഷാമമുണ്ടായി. ആ ക്ഷാമകാലത്ത് ഏലിയായോട് യഹോവയായ ദൈവം പറഞ്ഞു, നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ കെറീത്ത് അരുവിയുടെ തീരത്ത് കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കെറീത്ത് അരുവിയുടെ തീരത്ത് പോയി ഏലിയ താമസിക്കുന്നു. ഈ അരുവിയിൽ നിന്ന്, ഈ നദീതീരത്ത് നിന്ന്, ഈ നദിയിൽ നിന്ന്, ഈ നീരുറവിയിൽ നിന്ന് അയാൾ വെള്ളം കുടിക്കുന്നു. രാവിലെയും വൈകുന്നേരവും അപ്പവുമായി ആര് വരുന്നു? കാക്കയല്ല, കാക്ക. മനസ്സിലായി? രാവിലെയും വൈകുന്നേരം അപ്പവുമായി അടുത്ത വീട്ടിലെ കാക്കയല്ല, ഹോട്ടലെല്ലാം നടത്തുന്ന കാക്കാമാരാണ് അവരല്ല. ആരാണ്? കാക്ക. കാക്ക അപ്പവുമായി, രാവിലെയും വൈകുന്നേരവും അപ്പവുമായിട്ട് ആര് വരുന്നു? കാക്ക വരുന്നു. അപ്പോൾ വെള്ളത്തിന് വെള്ളം, അപ്പത്തിന് അപ്പം. അപ്പോൾ ഏലിയായിക്ക് വെള്ളം കിട്ടുന്നു നദിയിൽ നിന്ന്, അപ്പം കിട്ടുന്നു കാക്കയിൽ നിന്ന്. കേൾക്കുന്നുണ്ടോ? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റി, കാക്ക വരാതായി. എന്തേ? ദൈവം തമ്പുരാൻ പറഞ്ഞ വഴിയാണിത്. കർത്താവാണ് പറഞ്ഞത് ഈ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചോളാൻ. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ പൂട്ടി. ദൈവം പറഞ്ഞിട്ടാണ് ഇവിടെ പോയി താമസിച്ചത്. ആ നദി വറ്റി, കാക്ക വരാതായി. എന്താ കാര്യം ഞാൻ പറയട്ടെ? ഇത്രയും കാലവും ഏലിയായുടെ നോട്ടം യഹോവയായ ദൈവത്തിലായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാം? ഹാബിറ്റ്. അതായത് ദാഹിക്കുമ്പോൾ നദി, വിശക്കുമ്പോൾ കാക്ക. നോട്ടം ദൈവത്തിൽ നിന്ന് മാറി തോട്ടിലോട്ടും കാക്കയിലോട്ടും ആയപ്പോൾ തോട് വറ്റി, കാക്ക വരാതായി. തോട് വറ്റി, കാക്ക വരാതായി. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, തോട്ടിലോട്ട് നോക്കിയിരിക്കരുത്, കാക്കയെ നോക്കിയിരിക്കരുത്. എല്ലാ കാര്യത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതായത് എല്ലാ വിശദാംശങ്ങളും പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയണം. അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ. ഇപ്പം ആരോഗ്യമുണ്ട്, നല്ലൊരു വണ്ടിയുണ്ട്. അപ്പോൾ നല്ലൊരു വണ്ടി ഉണ്ട്, നല്ല വണ്ടി ഞാൻ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് ഗമയെടുക്കാതെ വണ്ടി കാണുമ്പോൾ എന്ത് ചെയ്യണം? ദൈവമേ, ഒരു വാഹനം തന്ന നിനക്ക് ഞാൻ നന്ദി പറയുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ദൈവം തന്നതാണ് മഹത്വം. വീട്, ദൈവത്തിന് മഹത്വം കൊടുക്കണം. വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മറക്കരുത്. അതാണ് ഇപ്പോൾ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ്. ഇനി എനിക്ക് അടുത്ത് പറയാനുള്ളത്, ബൈബിളിൽ ദൈവമക്കൾ ആരാധിച്ചത് എങ്ങനെയാണ്? ആരാധിച്ചത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ഉൽപ്പത്തി 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. വേഗം വായിച്ചു പോകണം. ഉൽപ്പത്തി 4:4 വായിച്ച്. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചയിലും അവിടുന്ന് പ്രസാദിച്ചു, കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അപ്പോൾ ഈ ഉൽപ്പത്തി മുതൽ, ബൈബിളിൻ്റെ ആരംഭം മുതൽ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാ? ഇപ്പം എങ്ങനെയാ? അതായത് ബലി അർപ്പിച്ച് 8-ാമത്തെ അധ്യായം ഉൽപ്പത്തി 8:20 വാക്യം. ഉൽപ്പത്തി 8:20 വായിച്ച്. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക്. അപ്പോൾ നോഹ ദൈവത്തെ ആരാധിക്കുന്നത് ബലി അർപ്പിച്ചാണ്. ഇനി എടുക്ക് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അത് 6-ാമത്തെ വാക്യം. 6-7 വായിക്കാം. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട്
നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം. കണ്ടോ? അതായത് ദൈവം ഒരു വാഗ്ദാനം അബ്രാമിന് കൊടുക്കുമ്പോൾ അബ്രാം ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും പറഞ്ഞല്ല, ബലിപീഠം പണിതു, ബലിയർപ്പിച്ചു. ബലിയർപ്പിച്ചാണ് ദൈവത്തെ 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, 13-17 വായിച്ചേ. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമറയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന്, അതായത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം നമുക്ക് ആ ദേശത്തിൻ്റെ മേൽ അവകാശം തരും. ആ ദേശം നമുക്ക് തരും നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ. അതുകൊണ്ട് ദേവാലയങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് വീടിനടുത്ത് പള്ളി ഉണ്ട്, അവിടെ പോയി കർത്താവിനെ ആരാധിക്കണം, ബലി അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കണം. അതിന് നിങ്ങൾ മുടക്കം വരുത്തരുത്. അത് നിങ്ങളൊരു സെക്കൻഡറി തിങ്ങായിട്ട് കാണരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിങ്ങളതിനെ കാണണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ മലയാളികൾക്ക് ദേവാലയങ്ങളൊക്കെ കുറവായിരുന്നു. രാജ്യം ഞാൻ പറയുന്നില്ല അതാണ്. ഒരു രാജ്യത്ത് മലയാളികൾക്ക് ദേവാലയങ്ങളൊന്നും അവിടെ കാര്യമായിട്ട് ഇല്ല, ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ രാജ്യത്തെത്തിയ ഒരു കേരളത്തിലെ മധ്യ തിരുവിതാംകൂറുകാരനായ ഒരു ക്രിസ്ത്യാനി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ കുർബാന അർപ്പിക്കപ്പെടണം. ഈ രാജ്യത്ത് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ആരാധനയിൽ കുർബാന അർപ്പിക്കപ്പെടണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛാ, എനിക്ക് കുർബാന മുടങ്ങുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹം സൗദി അറേബ്യയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ നിങ്ങൾക്കറിയാം, എന്നും കുർബാനയിൽ പങ്കെടുക്കാൻ ചില സ്ഥലങ്ങളിൽ സാഹചര്യമില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ, അദ്ദേഹം സീറോ മലബാർ സഭയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം സീറോ മലബാർ സഭയുടെ കുർബാന പുസ്തകം എടുത്ത് അന്നാപ്പസക തിരുനാളിൽ മുതൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി അതുവരെ അദ്ദേഹം എല്ലാ ദിവസവും ഇരുന്ന് അതിനകത്തെ പ്രാർത്ഥനയെല്ലാം തന്നെ ഇരുന്ന് ചൊല്ലും. ബലി അർപ്പിക്കാൻ സൗകര്യമില്ല. ഇന്ന് എന്താ സംഭവിച്ചെന്നറിയാം? ഇന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ 2 വൈദികർ താമസിക്കുകയാണ്. 2 റീത്തിലുള്ള കുർബാന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യൻ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അയാളുടെ വീട്ടിൽ ദൈവം കുർബാന അർപ്പിക്കുക. 2 വൈദികർ അവിടെ താമസിച്ച് 2 വൈദികർ അവിടെ 2 റീത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ആ വീട്ടിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ബലി അർപ്പിക്കുന്നവൻ്റെ മേൽ ദൈവത്തിന് വലിയൊരു കരുണയുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ഇപ്പം അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നത് ബലിയർപ്പിച്ചാണ്. 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. എൻ്റെ മോണിറ്റർ പോയോ? എൻ്റെ മോണിറ്റർ എടുത്തുകൊണ്ട് പോയോ? ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ആരാണ് അടിച്ചുകൊണ്ട് പോയത്? ഓക്കെ ശരി, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വായിക്കാം, അതായത് വായിച്ചേ. കൽദായരുടെ ദേശത്ത് നിന്ന്, കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു. അപ്പം ഇതിന് ശേഷം, അതായത് നിനക്ക് ഈ നാട് ഞാൻ അവകാശമായി തരും. ഇങ്ങോട്ട് നോക്ക്, മോണിറ്റർ അവർ വെച്ചോളും ചേച്ചി, ഇങ്ങോട്ട് നോക്ക്. അതായത് ഈ നാട് നിനക്ക് ഞാൻ അവകാശമായി തരും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ അബ്രഹാം ദൈവത്തിന് അവിടെ ഉടനെ തന്നെ ഒരു ബലി അർപ്പിക്കുകയാണ്. അതാണ് താഴെ നമ്മൾ കാണുന്നത്. ദൈവത്തിന് ഉടനെ അവരവിടെ ഒരു ബലി അർപ്പിക്കുകയാണ്. 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, 28:13. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണും നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ തരും. അപ്പോൾ ഇങ്ങനെ ഈ നാട് നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉൽപ്പത്തി 28:18 യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എന്ന് പറഞ്ഞാൽ ബലിപീഠം ഉണ്ടാക്കി ബലി അർപ്പിച്ചു. 33-ാം അധ്യായം 20-ാമത്തെ വാക്യം, 33-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം.
19 മുതൽ വായിക്കും. 19. യാക്കോബ് ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിൻ്റെ മക്കളിൽ നിന്ന് താൻ കൂടാരമടിച്ച പറമ്പിൻ്റെ ഒരു ഭാഗം 100 നാണയത്തിന് വാങ്ങി. അവൻ അവിടെ ഒരു ബലിപീഠം പണിതു. അതിന് എൽ എലോഹൈ ഇസ്രായേൽ. കണ്ടോ? അതായത് പൂർവ്വ പിതാക്കന്മാരെല്ലാം തന്നെ ദൈവത്തെ ആരാധിച്ചിരുന്നത് എങ്ങനെയാണ്? ഉറക്കപ്പറ. ബലി അർപ്പിച്ചാണ്. അതുകൊണ്ട് ക്രൈസ്തവ ആരാധന എന്ന് പറയുന്നത് ബലി അർപ്പിച്ചുള്ള ആരാധനയാണ്. അപ്പൊ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? വേറെ ഒന്നുമല്ല. അതായത് ക്രിസ്ത്യൻ വർഷിപ്പ് ഈസ് ഓഫറിങ് ദ സാക്രിഫൈസ് ആൻഡ് വർഷിപ്പിംഗ് ദ ലോർഡ്. ക്രിസ്ത്യൻ വർഷിപ്പ് വേറെ ഒന്നുമല്ല, പാട്ടും പ്രാർത്ഥനയൊന്നുമല്ല. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ബിബ്ലിക്കലി സ്പീക്കിംഗ്, ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ബലി അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുക എന്നാണ്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ മറികടക്കേണ്ടത് ബലി അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയോടുള്ള ഒരു സ്നേഹവും ഭക്തിയും ഈ ദേശത്ത് വർദ്ധിച്ചാൽ കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. നിങ്ങൾക്കിപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിന് ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളോ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ജീവിക്കുന്ന അനേകം ദൈവമക്കൾ പ്രയാസപ്പെടുന്നത് മക്കളെ ഓർത്തിട്ടാണ്. നിങ്ങൾ മോസ്റ്റ് ഓഫ് യു, നിങ്ങളുടെ സങ്കടം ഇപ്പോൾ ഇതെല്ലാം ഇരുന്ന് വായിച്ചാൽ അറിയാം, മോസ്റ്റ് ഓഫ് യു നിങ്ങൾ എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കും. നമുക്ക് ഇനിയുള്ള കാലത്ത് നമ്മൾ ഭാരപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം തികച്ചും നമ്മൾ വളർന്നു വന്ന കൾച്ചറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കൾച്ചറിനകത്തേക്ക് ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റാണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളൊരു സംസ്കാരത്തിൽ നിന്ന് വന്നു, നിങ്ങളുടെ വാല്യൂ സിസ്റ്റം വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂ സിസ്റ്റം പലതും വേറെയാണ്, ചിലത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ കൾച്ചറിലാണ് കുട്ടികൾ വളർന്നു വരാൻ പോണത്. അപ്പം നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ ദേശത്ത് എങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും നശിച്ചു പോകാത്തവരായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് അവരെ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ചെറുപ്പം മുതലേ കർത്താവിനോട് ബന്ധമുള്ളവരാക്കി വളർത്തിയാൽ, ഇടക്കാലത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്, മാതാപിതാക്കന്മാർ ഭാരപ്പെടരുത്. ഇടക്കാലത്ത് കുട്ടികൾക്കൊക്കെ ഒരു 90% കുട്ടികൾക്കും ഒരു ഡീവിയേഷൻ വരാം. മനസ്സിലായോ? വരാം. അത് നിങ്ങൾ അബ്നോർമലായിട്ടൊന്നും കാണണ്ട. മനസ്സിലായല്ലോ? അത് പറയാനുള്ള എൻ്റെ ന്യായം എൻ്റെ ഭൂതകാലമാണ്. ഹല്ലേലൂയ. അതായത് നമ്മൾ ഈ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് വേറൊരു പ്രത്യേക രീതിയിലാണ് ചിന്തിക്കുന്നത്. അന്ന് നമുക്കിതൊന്നും ആരും പറയുന്നൊന്നും മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ ആരും പറയും നമ്മൾ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇടക്കാലത്ത് ചിലപ്പോൾ ഒരു ഡീവിയേഷൻ വരാം. നമ്മൾ ദൈവത്തിൽ നിന്നൊക്കെ അകന്ന് വേറൊരു വഴിക്കൊക്കെ പോവാം. പക്ഷെ ഒരു വിത്ത് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് കഴിയുമ്പോൾ ബൂമറാങ് പോലെ അവരിങ്ങി തിരിച്ചു വരും. മനസ്സിലായി? അതായത് അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്നാലും നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവിന് ഏത് സമയത്തും പ്രവർത്തിക്കാം. പക്ഷേ ചെറുപ്പത്തിൽ ആരാധന, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ മാറിപ്പോയി. ടീനേജ് ആയപ്പോഴേക്കും അവരെന്ത് ചെയ്തു? ഈ ലോകത്തിൻ്റെ വഴിയിലൊക്കെ പോയി, വിശ്വാസമൊക്കെ കുറച്ച് കുറഞ്ഞു, തിരിച്ചു വരും. ഞാൻ കുറേ വർഷങ്ങളായിട്ടില്ലേ ഈ യാത്ര തുടങ്ങിയിട്ട്. എനിക്കറിയാം, കുറച്ച് ഒരു 4-5 കൊല്ലം മുമ്പൊക്കെ ഒത്തിരി വിഷമിച്ച് മക്കളെക്കുറിച്ച് പറഞ്ഞവരൊക്കെ പിന്നീട് അവരെ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിശ്വാസത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് പേരുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പെൺകുട്ടി, വളരെ ബുദ്ധിയുള്ള, ഭയങ്കര എക്സെപ്ഷണലായ ടാലൻറ്റഡായ, എല്ലാ കാര്യത്തിനും ഈ ഒരു കോളേജിലൊക്കെ നല്ല അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി, കാത്തലിക്കാണ്. പക്ഷേ എനിക്കെപ്പോഴും സങ്കടമായിരുന്നു ഇവളെ കാണുമ്പോൾ. ഒരു തരി പോലും വിശ്വാസമില്ല. ഈ കാര്യങ്ങളെല്ലാം പുച്ഛമാണ്. ഞാൻ ഹോസ്റ്റലുകളിലൊക്കെ അന്ന് ധ്യാനം നടത്താൻ പോകുമ്പോഴൊക്കെ ഇവൾ വളരെ പുച്ഛത്തോടു കൂടി എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ എന്നോടൊന്നും മിണ്ടത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകളോട് അവൾക്ക് വലിയ ഒരു താല്പര്യമില്ല. അപ്പോൾ അവൾ വളരെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ജീവിച്ചിരുന്നത്. അവളുടെ അമ്മ, ഞാൻ പള്ളിയിൽ താമസിക്കുമ്പോൾ, ഞാൻ കോളേജ് കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ
അവളുടെ അമ്മ കുറേ ദൂരെയുള്ള സ്ഥലത്തൊരു അമ്മയാണ്. അമ്മ ഞാൻ കോളേജിൽ ഇങ്ങനെ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ്, എൻ്റെ ജൂനിയറായിട്ടാണ് ഇവള് പഠിക്കുന്നതെന്ന് അറിഞ്ഞ് ആ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട്, അച്ഛാ അവളെ ഒന്ന് കാണാവോ, സംസാരിക്കാവോ, അവളോട് പറയാവോ. ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു ചേച്ചി, അവൾ എന്നെ നോക്കത്ത് പോലുമില്ല. എന്നെ കാണുമ്പോൾ അവൾ തുപ്പിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവളോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൾ ഷീസ് നോട്ട് റെഡി ടു ലിസൺ. അങ്ങനെ ഒരാളോട് എങ്ങനെ സംസാരിക്കുന്നത്? പിടിച്ചു നിർത്തി വഴക്കുണ്ടാക്കി പറയാൻ പറ്റുമോ? പിള്ളേർ ഒന്നാമത് റെബല്യസ് ആണ്. അവരോട് വഴക്കുണ്ടാക്കാൻ പോയാൽ അവർ കൂടുതലാകുന്നു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇപ്പം മിണ്ടാനൊന്നും ഉള്ളൊരു സാഹചര്യം ഇല്ല. അവൾക്ക് അങ്ങനെ എന്നോട് മിണ്ടുന്നതിന് താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചേച്ചി പ്രാർത്ഥിക്കേ, വ്യത്യാസം വരും. ധൈര്യമായിട്ടിരിക്കേ. ഞാൻ കോളേജിൽ പഠിച്ചു, ഞാൻ കോളേജിൽ പഠിപ്പിച്ചു. അവളും പിന്നെ കുറേ പഠിച്ച് എന്തൊക്കെയോ പഠിച്ച് പല സ്ഥലത്തും പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തൃശ്ശൂർ ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അച്ഛാ, ഞാൻ അച്ഛൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ച ഇന്ന ആളാണ്. അച്ഛാ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എന്നെ ഒന്ന് കാണാവോ? ഇനി പോകുന്ന വഴി, അച്ഛൻ്റെ വണ്ടി പോകുന്ന വഴിക്കാണ് എൻ്റെ വീട്, ഒന്ന് വരാവോ? ഞാൻ പറഞ്ഞു, നീ പണ്ട് നിരീശ്വരവാദിയായിരുന്ന അവളല്ലേ? അവൾ പറഞ്ഞു, അതെ അതാണ് ഞാൻ, അത് ആൾ തന്നെയാണ് അച്ഛാ. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നു. അവളുടെ അമ്മ അന്നെൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്ന അമ്മ അവിടെയുണ്ട്. സംസാരിച്ചു. അവൾ അടുത്ത വീട്ടിലെ രോഗികളെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വ്യത്യാസം വരും. ചെറുപ്പത്തിൽ ഇതിട്ട് കൊടുക്കണം. ഇടക്കാലത്ത് അവർ മാറിപ്പോയാലും കുറെ കഴിയുമ്പോൾ അവർ വിശ്വാസത്തിലേക്ക്, പൗലോസ് പറയുന്നുണ്ട്, തൽക്കാലത്തേക്ക് പിശാച് തൻ്റെ ഇഷ്ട നിർവഹണത്തിന് അവരെ ഉപയോഗിച്ചാലും അവർ സുബോധം വീണ്ടെടുത്ത് തിരിച്ചു വരും. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെറുപ്പത്തിൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കൊടുത്തു വളർത്തണം. അത് നിങ്ങൾ പള്ളി പോവാതിരുന്നിട്ട്, പള്ളി പോടാ, നേരത്തെ പോടാ, ഇപ്പോഴാണ് പള്ളി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാനൽ മാറ്റി വീട്ടിലിരുന്നാൽ ഒന്നും നടക്കാൻ പോകണില്ല. അവർ കാണണം, എൻ്റെ അപ്പന് പ്രധാനപ്പെട്ടത് ദൈവമാണ്, എൻ്റെ അമ്മയ്ക്ക് പ്രധാനപ്പെട്ടത് ദൈവമാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രാർത്ഥനയാണ് പ്രധാനം, അവർക്ക് വചനമാണ് പ്രധാനം. അപ്പോൾ ഇത് കണ്ടു വളർന്നാൽ അവർക്ക് അതിനോട് താല്പര്യം. ഇടക്കാലത്ത് ഈ വാല്യൂ സിസ്റ്റത്തോട് കോൺഫ്ലിക്റ്റായി അവർ പിന്നീട് കുറച്ച് അകന്നു പോയാലും തിരിച്ചു വരും. വിശ്വാസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, അത് തിരിച്ചു കൊണ്ടുവരും. എവിടെയെങ്കിലുമൊക്കെ ഒരു വിത്ത് വീണിട്ടുണ്ടെങ്കിൽ അതവരെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ കുർബാന, പ്രാർത്ഥന, ആരാധന, ഈ കാര്യങ്ങൾക്ക് ഭയങ്കര ഗൗരവം കൊടുക്കണം. നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുകയാണ്, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഒരു ഡയറി വെച്ചിരിക്കണം. ഒരു ഡയറി, ചെറിയൊരു ഡയറി, ഒരു നോട്ട്ബുക്ക്, അല്ലെ ഒരു ചെറിയ പോക്കറ്റ് ഡയറി. കുർബാനയ്ക്ക് പോകുമ്പോൾ അതും കൊണ്ട് പോകണം. അതിനകത്ത് ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പ്രയാസം അതിനകത്ത് എഴുതി വെച്ച് പോകണം. പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ആ ബുക്ക്, ആ ഡയറി, അല്ലെ ആ പേപ്പർ, അതും പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ കുർബാനയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയൊക്കെ ചൊല്ലുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കർത്താവിന്, ദൈവമേ, ഈ ബലിയിൽ ഞാൻ ഇത് സമർപ്പിക്കുകയാണ്. കുർബാനയിൽ സമർപ്പിക്കുന്നതെല്ലാം ദൈവം ഏറ്റെടുക്കും. അത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, സമർപ്പിക്കണം. ഈ നമുക്ക് പറ്റുന്ന എന്താണെന്നറിയാം, നമ്മുടെ അകത്ത് നടക്കുന്ന മെക്കാനിസം എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മളും ഇങ്ങനെ വിഷമിച്ച് പോയി പള്ളിയിൽ നിൽക്കും, സമർപ്പിക്കത്തില്ല. അതായത് ഈ വിഷമമായിട്ടെല്ലാം പോയി കുർബാനയ്ക്ക് പോയി നിന്ന് വിഷമിച്ച് കരഞ്ഞിട്ട് തിരിച്ചു പോകും, സമർപ്പിക്കത്തില്ല. ഓരോന്നോരോന്നായിട്ടെടുത്ത് ബലിപീഠത്തിലേക്ക് വെക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ക്യാമറ ഓഫ് ചെയ്യേ, ഒരു രഹസ്യം പറയാനുണ്ട്. എന്തറിയോ, ഞാൻ ഒരു വളരെ തികച്ചും സ്വകാര്യമായൊരു അനുഭവം പറയാം. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. മൊബൈലുണ്ടോന്ന് റെക്കോർഡ് ചെയ്തെടുത്തേക്കരുത് കേട്ടോ. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. അതായത് ഈ ക്യാമറ സാഹചര്യത്തിലും കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുക, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. കൺമുമ്പിൽ നെഗറ്റീവായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ വളരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ കാലങ്ങളിലൂടെ കടന്നുപോയത് 2010, 11, 12 ആ കാലങ്ങളിലാണ്. ആ നാളുകളിലൊക്കെ ഞാൻ ദൈവജനത്തെ പഠിപ്പിച്ച വീഡിയോസാണ് യൂട്യൂബിലെ ആദ്യം കിടക്കുന്ന വീഡിയോസ് എല്ലാം. അതുപോലെ വിഷമങ്ങളിലൂടെ കടന്നുപോയൊരു കാലമായിരുന്നു അത്. ഒരിടവക, ഒരു തരത്തിലും മെരുങ്ങാത്തൊരിടവക. മെത്രാനോട് പ്രശ്നം, ദേവാലയ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട്
സത്യാഗ്രഹം നടത്തുന്നു. പള്ളിയുടെ മുറ്റത്ത് ജംഗ്ഷനിൽ നിരാഹാര സത്യാഗ്രഹം. മെത്രാനെ പൂട്ടിയിടുന്നു. അച്ഛനെ വൈകുന്നേരം, രണ്ടച്ഛന്മാരെ വൈകുന്നേരം വരെ പൂട്ടിയിടുന്നു. പള്ളിയിൽ കുർബാന നടത്താൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ദേവാലയത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നൊരു പള്ളി. ആ പള്ളിയിൽ എന്നോട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നെ സഭയ്ക്ക് വേണ്ടാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്നെ അങ്ങോട്ട് വിട്ടതെന്ന്. ഞാനങ്ങനെ വളരെ വിഷമിച്ചും പ്രയാസപ്പെട്ടും ഞാൻ ആ സ്ഥലത്തേക്ക് പോയി. അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 8-9 മാസം, നിയർലി 1 കൊല്ലം കഠിനമായ സഹനങ്ങളുടെ കാലമായിരുന്നു. ഞാൻ രാത്രിയിൽ പള്ളിക്കകത്ത് ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. കിടന്ന ഉറക്കം വരണ്ടേ. അപ്പോൾ ഭയങ്കര അത്രയും പ്രതിസന്ധിയുടെ നടുവിൽ ജീവിച്ച സമയത്ത് എനിക്ക് ഒരിക്കൽ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കർത്താവേ, എന്താണ് അതിന് സൊല്യൂഷൻ? ഞാൻ എന്ത് ചെയ്യും? എന്നെ ഒന്ന് സഹായിക്കുക കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു സ്വരം തന്നു. ഒരു വൈദികനോട് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക, ജ്ഞാനം കിട്ടും. ഒരച്ഛനോട് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. എനിക്ക് അടുപ്പമുള്ള അച്ഛന്മാരോടൊക്കെ ഈ വിഷമം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഏതച്ഛൻ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഫാദർ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകളിലൂടെ എല്ലാം സ്ക്രോൾ ചെയ്ത് പോവാണ്. അപ്പോൾ ഓരോ അച്ഛൻ്റെ പേര് കാണുമ്പോഴും ഈ അച്ഛൻ വേണ്ട, ഈ അച്ഛൻ വേണ്ട, ഈ അച്ഛൻ വേണ്ട, ഈ അച്ഛൻ വേണ്ട എന്ന് വെച്ചാൽ ഒരു പേര് വന്നപ്പോൾ ഈ അച്ഛൻ കൊള്ളാം എന്നെനിക്ക് തോന്നി. ആ പേരാണ് ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ. എല്ലാവർക്കും കൊള്ളാമെന്ന് തോന്നുന്നൊരു അച്ഛനാണ്. പക്ഷേ ഈ പ്രശ്നം എന്താണെന്നറിയാം, ഈ അച്ഛനെ എനിക്ക് പരിചയമില്ല. ഇന്നറിയാം. അന്ന് ഈ അച്ഛനെ എനിക്ക് പരിചയമില്ല, അച്ഛൻ എന്നെയും പരിചയമില്ല. പിന്നെന്തിനാണ് ഫോൺ നമ്പർ സേവ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്റ്റാമ്പ് കളക്ഷൻ നടത്തുന്ന പോലെ എൻ്റെ ഒരു ഹോബിയാണ് നല്ല നല്ല ആളുകളുടെ ഫോണ്. ഞാൻ എന്തെങ്കിലും ഒരു കാലത്തൊരു ആവശ്യം വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഒരാൾ എനിക്ക് നമ്പർ തന്നപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടാണ്. ഇന്നുവരെയും വിളിച്ചിട്ടില്ല, അന്ന് വരെയും വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ അച്ഛൻ്റെ നമ്പർ എടുത്തിട്ട് വിളിച്ചാൽ കിട്ടുമോ എന്നറിയില്ലല്ലോ, എന്തായാലും വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചു. ഘനഗംഭീരമായൊരു ശബ്ദം അപ്പുറത്ത്, ഹലോ. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാ ഗ്യാസും പോയി. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഹലോ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തിരുവനന്തപുരത്തു നിന്നൊരു അച്ഛനാണ്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു, എൻ്റെ പള്ളി ഭയങ്കര പ്രശ്നമാണ്, ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കാവോ? പെട്ടെന്ന് അപ്പുറത്തുനിന്ന് ശബ്ദം ഇങ്ങനെ വന്നു, എപ്പോൾ വരും? ഞാൻ പറഞ്ഞു, എപ്പോൾ വേണേലും വരാം. അങ്ങനെ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി പോട്ടാശ്രമത്തിലേക്ക് പോയി. പോട്ടാശ്രമത്തിൽ ചെന്നു. എൻ്റെ ഒരു ധാരണ, കുറേ കൊല്ലമായിട്ട് വചനം പ്രസംഗിച്ചിങ്ങനെ സന്ദേശമൊക്കെ പറയുന്നു, രോഗികൾ എഴുന്നേൽക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അതൊക്കെയാണല്ലോ നായക്കമ്പറമ്പിൽ അച്ഛൻ. എൻ്റെ ഒരു ധാരണ, അച്ഛൻ കണ്ണടച്ച് ഹാലേലൂയ 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 5-6 ഹാലേലൂയ പറഞ്ഞിട്ട് ഒരു 10 സന്ദേശം എൻ്റെ അടുത്ത് പറയുന്നു. ഞാൻ അതനുസരിച്ച് പോകുന്നു. ആ പള്ളിയിലുള്ള സകല ആളുകളെ ഞാൻ കീഴടക്കുന്നു. ഇതായിരുന്നു എൻ്റെ വിചാരം. അച്ഛൻ ഹാലേലിയ പറഞ്ഞു, ഒരു സന്ദേശവും പറഞ്ഞില്ല. കുറേ ഹാലേലിയൊക്കെ പറഞ്ഞ് കുറേ പ്രാർത്ഥിച്ച് കുറച്ച് കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബൈബിള് തുറക്കാൻ പറഞ്ഞു. ഞാൻ ബൈബിള് തുറന്നു. എന്താ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 110. ആഹാ, അതാണല്ലോ, കറക്റ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക, ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടച്ചു. ബൈബിൾ അടച്ചിട്ട് പറഞ്ഞു, കർത്താവ് സംസാരിച്ചിട്ടുണ്ട്, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്ദേശം മറ്റേ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ. അച്ഛൻ വളരെ സീരിയസ് ആയ ഒരാളാണ്. അച്ഛൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, അച്ഛൻ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ? ശത്രുക്കളെ പാദപീഠമാക്കുവോളം പോയി കർത്താവിനെ ആരാധിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ പള്ളിയിൽ നാളെ പൊതുയോഗം, അടിയുണ്ടാവും, അടിക്കുന്നവരവിടെ അടിക്കട്ടെ, അച്ഛൻ പോയി ആരാധിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ, അവിടെ പ്രശ്നം നാളെ മറ്റന്നാൾ ആ പ്രശ്നമൊക്കെ അവിടെ നടക്കും, അച്ഛൻ പോയി ആരാധിക്കാൻ പറഞ്ഞു. ഞാൻ വളരെ നിരാശയോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ വിചാരിച്ചൊന്നും നടന്നിട്ടില്ല, അല്ലേ? നിങ്ങൾ ധ്യാനത്തിന് വന്ന് ധ്യാനഗുരുവിനെ കാണുന്ന പോലെ തന്നെ വളരെ നിരാശയോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കൂടെ വേറൊരു അച്ഛനും കൂടെ വന്നിട്ടുണ്ട് കൂട്ടിന്. ആ അച്ഛനും കാണാൻ വേണ്ടിയിരിക്കുകയാണ്, അച്ഛൻ്റെ വേറെന്തോ പ്രശ്നത്തിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഒന്നും പറയാനില്ല, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. സങ്കീർത്തനം 111 പാന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ നിരാശയായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഈ ധ്യാനഗുരുക്കന്മാർ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വേണ്ടേ അവർ പെരുമാറാൻ? നമ്മുടെ പ്രശ്നത്തിന് വേണ്ട ഉത്തരമല്ലേ അവർ പറഞ്ഞു തരാൻ? അവർക്ക് തോന്നുന്നതാണ് അവർ പറയേണ്ടത്. ബൈബിളിൽ നിന്നൊരു വചനം എടുക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും 100-200 കിലോമീറ്റർ 300 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട കാര്യമുണ്ടോ? ബൈബിളിലെ വചനം എനിക്ക് വേണമെങ്കിലും എടുത്തുകൂടെ? ഞാനല്ലേ തുറന്നത്, അച്ഛനല്ലല്ലോ തുറന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വളരെ വിഷമമാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് സമാധാനം തന്നു. ആത്മാവ് എന്നോടിങ്ങനെ സംസാരിച്ചു, 10-40 കൊല്ലമായിട്ട് ദൈവവചനം പ്രഘോഷിക്കുന്ന ഒരാളല്ലേ, വെറുതെ ഒന്നും പറയില്ല, പറഞ്ഞെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അത് പോയി ചെയ്യുക. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു ചെന്നു, പള്ളിയിലേക്ക് തിരിച്ചു ചെന്നു. തിരിച്ചു ചെന്നിട്ട് ചാപ്പലിൻ്റെ ഒരു ഭാഗം, പള്ളിയുടെ ഒരു ഭാഗം ആരാധന ചാപ്പലാക്കി. ഇതുപോലെ അവിടെ ആരാധന പരിശുർവാൻ എഴുന്നള്ളിച്ച് വെച്ചു. ഇരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയിരുന്നു. പള്ളിക്കാരൊന്നും വരത്തില്ല, അവർ വഴക്കുണ്ടാക്കാൻ മാത്രമേ വരൂ. ഞാൻ പോയിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്നിട്ടുണ്ട് നേരത്തെ. പകൽ മുഴുവൻ ഇരിക്കുക, രാത്രി കുറേ മണിക്കൂർ ഇരിക്കുക, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. 100 കണക്കിന് പ്രശ്നങ്ങളും അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം നടക്കുകയാണ്. ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോവാതെ ഞാനിരുന്ന് ആരാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവിനെ ആരാധിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഞാനതൊക്കെ ബുക്കിനകത്ത് എഴുതി വെക്കാൻ തുടങ്ങി. എഴുതി വെച്ച കാര്യങ്ങൾ ഞായറാഴ്ച നിന്ന് ഞാൻ ജനത്തോട് പറയാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിക്കുമ്പോൾ അത്രയും നാൾ എന്നെ കൊല്ലാൻ വേണ്ടി ഈറ്റപ്പുലിയെ പോലെ നിന്നവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞാടിനെ പോലെ ശാന്തരായി ഇരുന്ന് ശ്രദ്ധിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. അത്രയും കാലം എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നൊരു ജനം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവം തരുന്ന പ്രചോദനങ്ങൾ ഞായറാഴ്ച പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ശാന്തതയോടുകൂടി കേൾക്കാൻ തുടങ്ങി. ഞാൻ ചുരുക്കി പറയാം, അടുത്ത 1.5 വർഷം എനിക്ക് കൊയ്ത്ത് കാലമായിരുന്നു. അതായത് ഒരു ചരടിൽ കെട്ടി ഇങ്ങനെ ഞാൻ ആ ജനത്തെ കൊണ്ട് നടന്നു. ഒരൊറ്റയാൾ പോലും പിന്നെ എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. ഒരാൾ പോലും പിന്നെ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, അവർ ആരോടാണ് യുദ്ധം ചെയ്തിരുന്നത്, ആ രൂപതാ മെത്രാനെ അവർ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പരസ്യമായി അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ച് അദ്ദേഹത്തോട് രമ്യപ്പെട്ട് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് ആ ഇടവക ആ രൂപതയിലെ ഏറ്റവും സമാധാനമുള്ള പള്ളികളിലൊന്നായി മാറി. എന്താണെന്നറിയാം, ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വിലപ്പെട്ട പാഠം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം എന്നെ വിട്ട സ്ഥലമായിരുന്നു അത്. അവിടെ വെച്ചാണ് യൂട്യൂബിലെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഞാൻ വചന ശുശ്രൂഷ ഈ ജനത്തെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. എല്ലാം ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു 2ാം ഘട്ടം ആരംഭിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ആ സ്ഥലത്ത് വെച്ച് കർത്താവിനെ ഞാൻ പറയുന്നതെന്നറിയാം, ദൈവത്തെ ആരാധിച്ചാൽ എല്ലാ കാര്യത്തിനും തീരുമാനം ഉണ്ടാവും. എല്ലാ കാര്യത്തിനും. നിന്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ കുർബാന അർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഞാൻ ഈ ആമുഖം എന്ന് പറഞ്ഞത്, നിങ്ങൾക്കൊരു 100,000 പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഈ കുർബാനയിൽ നിങ്ങൾ സമർപ്പിക്കുക. ദൈവം അനുവദിച്ചാൽ എപ്പോഴെങ്കിലും ഒരു 5 കൊല്ലത്തിനിടയിൽ നമ്മൾ എവിടെങ്കിലും വെച്ച് കാണും. അന്ന് നിങ്ങൾ എന്നോട് പറയും, അച്ഛാ അന്നത്തെ ആ കുർബാനയിൽ വെച്ചതിന് ദൈവം ഉത്തരം തന്നു. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഇവിടെ സംഭവിക്കും. കർത്താവ് അത് ഏറ്റെടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ശാന്തമായിട്ടിരിക്കുക. നമ്മൾ ബലിയർപ്പിക്കാൻ പോവാണ്.